അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ലൈവായിട്ട് തന്നെ റാസി ഉണ്ട്. റാസി കൈ കാണിച്ചു കൊടുക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു കുത്തുബുദ്ദീൻ ഐബക്ക് അദ്ദേഹമാണ് എന്തുണ്ടാക്കിയത്? കുത്തുബ് മിനാർ ഉണ്ടാക്കിയത്. എന്തുണ്ടാക്കിയ? യെസ്, കുത്തുബ് മിനാർ ഉണ്ടാക്കിയത് നമ്മുടെ ആരായിരുന്നു? കുത്തുബുദ്ദീൻ ഐബക്ക്. ആ ഒരു പേര് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിനെ ഉണ്ടല്ലോ, കുത്തുബുദ്ദീൻ ഐബക്ക്. അപ്പോൾ കുത്തുബുദ്ദീൻ ഐബക്കായിരുന്നു എന്തുണ്ടാക്കിയിരുന്നത്? യെസ്, കുത്തുബ് മിനാർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് നോക്കാം. ഉസ്കി ഏക് മൻസിൽ ഹി തഅമീർ ഹോ സകീ തി കെ കുത്തുബുദ്ദീൻ ഐബക്ക് കാ ഇന്തിഖാൽ ഹോ ഗയാ. എന്താ ചെയ്യലേ? അതിൻ്റെ ഒരു നില, ഉസ്കി ഏക് മൻസിൽ ഹി തഅമീർ ഹോ സകീ തി, അതിൻ്റെ ഒരു നില മാത്രം നിർമ്മിക്കപ്പെട്ടിരുന്നു. അപ്പോഴേക്കും കുത്തുബുദ്ദീൻ ഐബക്ക, കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ ഇന്തിഖാൽ ഹോ ഗയാ, മരണം ഉണ്ടായി. എന്ന് പറഞ്ഞാലേ തുടങ്ങിയിട്ട് ഒരു നില ആയപ്പോഴത്തിന് മൂപ്പര് മരിച്ചു. പിന്നെയും നിലകൾ ഒരുപാട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനുശേഷം ആരാണ് ഈ കുത്തുബ് മിനാറിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളിയായത്? ആരായിരിക്കും? അതാണ് നമുക്ക് പറയാൻ പോകുന്നത്. ബൈദമേ, അതിന് ശേഷം, ഏതിനു ശേഷം? അതെ, ഒരു നില ഉണ്ടാക്കി അയാൾ മരിച്ചപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള അങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ചരിത്രപ്രസിദ്ധമായ ഒരു നിർമ്മിതിയാണ്, ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട ഒരു നിർമ്മിതിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ തന്നെ അതിനങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം. ആ പുതിയ നിലകൾ ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ ഇൽത്തുമിഷ് രാജാവ് അന്നത്തെ ഉസേ മുക്കമ്മൽ കറായ, അതിനെ പൂർത്തിയാക്കി. മൂപ്പരാണ് അതിൻ്റെ ഫൈനൽ പ്രവർത്തനം വരെ എല്ലാ കാര്യങ്ങളും ചെയ്തത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ 5 മൻസില ഉസ് മീനാർ കി ഊഞ്ചായി, 5 മൻസില ഉസ് മീനാർ കി ഊഞ്ചായി. അതെ, 5 നിലകളുള്ള ആ മിനാരത്തിൻ്റെ ഊഞ്ചായി, ഉയർച്ച എന്ന് പറയുന്നത് എത്രയാണ്? 240 ഫുട്ട്. ഫുട്ട് എന്ന് പറഞ്ഞാൽ അടി, ഫീറ്റ്, ഫുട്ട് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ 240 അടിയുണ്ട് അതിൻ്റെ ഉയർച്ച. 240 അടി ഉയർച്ചയുള്ള വലിയൊരു സംഭവമാണ് കുത്തുബ് മിനാർ. 5 നിലകളുള്ള മിനാർ കി ബാഹരി ദീവാറോം പർ, അല്ലേ? മിനാർ കി ബാഹരി ദീവാറോം പർ, ശ്രദ്ധിക്കണില്ലേ? ദീവാറോം പർ ഖുർആൻ ഷരീഫ് की आयतें बहुत खूबसूरत हरूफ में खुदी हुई है. മിനാരത്തിൻ്റെ ബാഹരി ദീവാറോം പർ, പുറത്തുള്ള ഭാഗം, പുറത്തുള്ള ഭാഗങ്ങളാണ്. അതിനാണ് എന്ത് പറയുക? പുറത്തുള്ള ഭാഗങ്ങൾക്കാണ് എന്ത് പറയുക? ബാഹരി ദീവാറോം പർ, പുറത്തുള്ള ഭാഗങ്ങളിൽ. അപ്പോൾ മിനാരത്തിൻ്റെ പുറം ഭാഗം എന്ന് പറയില്ല നമ്മൾ, അതന്നെ. അതിൽ ഖുർആൻ ഷരീഫ് ആയത്തെ, എന്താ അർത്ഥം? അതെ, ഖുർആൻ ഷരീഫിൻ്റെ ആയത്തുകൾ ബഹുത് ഖൂബ്സൂറത് ഹുറൂഫ് മേ, നല്ല ഭംഗിയുള്ള അക്ഷരങ്ങളിൽ, വളരെ ഭംഗിയുള്ള അക്ഷരങ്ങളിൽ ഖുദി ഹുയി ഹൈ, കുയിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞാൽ ആ ഇവിടെ കുയിക്കപ്പെടാൻ നമ്മൾ സാധാ കുയിക്കപ്പെടുക എന്ന് പറയാൻ പാടില്ല കേട്ടോ. നമ്മൾ ഒരു ഇത് പിന്നെ പിക്കാസ് എടുത്ത് കുയിക്കുക, ആ കുയിക്കലല്ല. എന്ന് പറഞ്ഞാൽ അന്നത്തെ സാധനം എന്ന് പറഞ്ഞാൽ കൊത്തുപണി. അപ്പോൾ കൊത്തുപണി എടുക്കണമെങ്കിൽ ആദ്യം ഒന്ന് കുയിച്ച് ലെവലാക്കേണ്ടി വരും. എന്നിട്ടാണ് അയിമൽ എന്തുണ്ടാകാൻ പറ്റുള്ളൂ, ഓരോന്ന് ഉല്ലേഖനം ചെയ്യപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള കുയിക്കപ്പെടൽ. എന്നിട്ട് അയിമൽ എന്താ ചെയ്യുക? ഈ ആയത്തുകളൊക്കെ ഒട്ടിച്ച് വെക്കലും ലെവലാക്കലും അങ്ങനത്തെ പരിപാടികളാണ് കേട്ടോ. ദഹ്ലിക്ക് സൈർ കെ ലിയെ ആനെ വാലെ ഉസ് മീനാർ കി ഊഞ്ചായി ദേക്കർ ഹൈറാൻ രഹ് ജാത്തെ ഹൈ. ദഹ്ലിക്ക് സൈർ കെ ലിയെ ആനെ വാലെ, ഡൽഹിയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകള്. എവിടേക്ക് യാത്ര ചെയ്യാൻ വരുന്ന ആളുകളെ? അതെ, ഡൽഹിയിലേക്ക് യാത്ര ചെയ്യാൻ വരുന്ന ആളുകള്. ഉസ് മീനാർ കി ഊഞ്ചായി ദേക്കർ, ആ മിനാരത്തിൻ്റെ ഉയർച്ച കണ്ടിട്ട് ഹൈറാൻ രഹ് ജാത്തെ ഹൈ, എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നു? അത്ഭുതപ്പെടുന്നു. ഇപ്പം നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്നില്ലേ? ഈ ഒരു മനോഹരമായ കാഴ്ച കാണുമ്പോൾ നിങ്ങൾ തന്നെ സ്വാഭാവികമായിട്ടും അത്ഭുതപ്പെടുന്നില്ലേ?
എത്രമാത്രം പ്രവിശാലമായ ഭൂമിയാണ് നമ്മൾ ലോകത്ത്. എത്രമാത്രം നല്ല പുഴകളാണ്, തൂതപ്പുഴയുടെ ഓളങ്ങൾ അല തല്ലി കിടക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നില്ലേ? നിരന്തരമായിട്ടുള്ള ഈ ഒരു കാഴ്ച തന്നെയാണ് നമ്മെ രസിപ്പിക്കുന്നത്. അപ്പോൾ എന്നതുപോലെ പല രീതിയിൽ പല ട്രാവലേഴ്സ് പല രാജ്യങ്ങളിലൂടെ പല നാടുകളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കും ഒരുപാട് ഒത്തിരി വിശേഷങ്ങൾ അവർക്കൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ ഏതായാലും പിന്നെ നമുക്ക് പറയാനുള്ള ഒരു മൊണമെന്റ്സ് എന്ന് പറയുന്നത് പഞ്ചാബിലെ അമൃത്സർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിലെ സുവർണ മന്ദിരമാണ്. സുവർണ മന്ദിരം പഞ്ചാബ് കെ ഷഹർ അമൃത്സർ മേ പഞ്ചാബിലെ ഷഹറായിട്ടുള്ള ഷഹർ എന്താ പട്ടണമായ അമൃത്സറിൽ സുവർണ മന്ദിർ അതെ, സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ മന്ദിരം. നമ്മൾ മന്ദിരം തന്നെ, മന്ദിരം എന്ന് മലയാളത്തിൽ പറയാലോ, ആ സാധനം തന്നെയാണ്. സോനേക്ക മന്ദിർ, സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ മന്ദിരം. സിക്കോക്ക അഹം മദ്ഹബി മക്കാം ഹെ, സിഖുകാരുടെ വളരെ പ്രധാനപ്പെട്ട മതകീയ സ്ഥലമാണ്. സിഖുകാരുടെ വളരെ പ്രധാനപ്പെട്ട മതകീയ സ്ഥലമാണ്. മനസ്സിലായല്ലോ? അതെ. സിഖോക്കെ ഗുരു ഗുരുദാസ് സിഖുകാരുടെ ഗുരു ഗുരുദാസിന് ഒരാൾ പേരാട്ടോ, അവരുടെ ഗുരുവായ ഗുരുദാസിന് മുഗൾ ബാദ്ഷാ അക്ബറിനെ, മുഗൾ രാജാവായ അക്ബർ 500 ബീഘ ജമീൻ ദീത്തി. 5 പറഞ്ഞാൽ 500, 5 5 സ്വർണം 100, അപ്പോൾ 5 × 100 500. അപ്പോൾ 500 ബീഘ ജമീൻ ദീത്തി, 500 ഏക്കറ പോലത്തെ ഒരു കണക്കാണ് ബീഘ എന്ന് പറഞ്ഞാൽ, അന്നത്തെ ഒരു കണക്കാണ്. അപ്പോൾ അത്രയും ഭൂമി 500 ബീഘ ആ ഒരു അളവിലുള്ള ഭൂമി നൽകി. ആര് നൽകുന്നത്? അക്ബറാണ് നൽകണത്. ആർക്കാ നൽകണേ? അതെ, ഗുരുദാസ് എന്ന് പറയണേ അല്ലേ? അപ്പോൾ ഗുരുദാസിനെ യഹാ ഏക്ക് താലാബ് ബൻവായാത്ത. അപ്പോൾ ഗുരുദാസ് ഇവിടെ എന്ത് ചെയ്തോ? ഒരു പോണ്ട് ഉണ്ടാക്കി, ഒരു കുളം ഉണ്ടാക്കി. മനസ്സിലായോ? അപ്പോൾ അന്നത്തെ ആളുകൾ, ഇപ്പോൾ നമ്മളെ ആഗ്രഹം മാത്രമല്ല, എല്ലാ ആളുകളും ആഗ്രഹമാണ് എന്ത്? കുളത്തേക്ക് പോവുക, പുഴയ്ക്ക് പോവുക, അവിടുന്ന് പറ്റുമെങ്കിൽ ക്ലാസ് എടുക്കുക. അതൊരു മാറ്റം അല്ലേ? ജീവിതത്തിൽ ലൈഫിലൊരു മാറ്റം ഉണ്ടാവുക എന്നുള്ളത് അല്ലേ? വല്ലാത്തൊരു രസകരമായൊരു നിമിഷങ്ങളല്ലേ റാസിയ? തീർച്ചയായും അല്ലേ? ഈ ക്ലാസ് എടുക്കുമ്പോൾ, അത് ശ്രവിക്കുമ്പോഴും, അത് പിന്നെ മറ്റുള്ളവർക്ക് പബ്ലിഷ് ചെയ്യപ്പെടുമ്പോഴൊക്കെ, ആളുകൾ കാണുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ? ആ ഒരു ഫീലിംഗ് എന്താണ്? പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ എന്നതുപോലെ തന്നെ അന്നത്തെ കാലത്ത് തന്നെ കുളം ഉണ്ടാക്കി, വലിയ കുളം ഉണ്ടാക്കി. കാരണം പുഴ ഉണ്ടാക്കാൻ റിസ്ക് അല്ലേ? അപ്പോൾ കുളം ഉണ്ടാക്കി. ജിസെ സിഖ് ലോഗ് പവിത്ര സരോവർ യാനി മുഖദ്ദസ് താലാബ് കഹത്തെ. ഇതിനാണ് സിഖുകാർ പവിത്ര സരോവർ എന്ന് പറഞ്ഞാൽ യാനി മുഖദ്ദസ് താലാബ് കഹത്തെ ഹൈ. മുഖദ്ദസ് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട, നമ്മൾ അറബി പറയണ തന്നെയാണ്. അപ്പോൾ മുഖദ്ദസ് താലാബ് പറഞ്ഞാൽ എന്താ? പരിശുദ്ധമാക്കപ്പെട്ട കുളം എന്ന് വിളിക്കും. അതിനാണ് ഈ പവിത്ര സരോവർ എന്ന് പറഞ്ഞാൽ. അത് മലയാളമാണ് പവിത്ര സരോവർ. മനസ്സിലായോ? ഇനി മുഖദ്ദസ് താലാബ് കഹത്തെ ഹൈ. പിന്നെ ഗുരുവാർ ജൻ ദേവ് കെ ജമാനമേ ഒരാളുടെ പേരാണ്. അയാളുടെ കാലഘട്ടത്തിൽ ഉസി താലാബ് കെ സാത്ത്, ഈ ഒരു കുളത്തിനോട് കൂടെ ഈ എന്ന് പറഞ്ഞാൽ കുളമുണ്ട്, അതിന് പുറമെ ഇനി വേറെ സാധനം ഉണ്ടാക്കാൻ പോവാണ്. ഏക്ക് ബഹുത് ബഡ മന്ദിർ താമീർ കിയാ ഗയാ, ഒരു വളരെ വലിയൊരു മന്ദിരം ഉണ്ടാക്കി. മനസ്സിലായോ? വളരെ വലിയ മന്ദിരം എന്തായി? ഉണ്ടാക്കി. ഉസ്മ സിഖോं की മദ്ഹബി കിതാബ് ആദി ഗുരു ഗ്രന്ഥ സാഹിബ് രഖി ഗയി. അതിൽ സിഖുകാരുടെ മതകീയ പുസ്തകമായ, മതകീയ ഗ്രന്ഥം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ആദി ഗുരു ഗ്രന്ഥ സാഹിബ്, ഒരു പുസ്തകത്തിൻ്റെ പേര്, നമ്മൾ ഖുർആൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. അത് എന്ത് ചെയ്തു? ആ മന്ദിരത്തിൽ വെച്ചു, രഖി ഗയ്യെ വെക്കപ്പെട്ടു. ഇസി വജേസെ, ഇക്കാരണത്താൽ തന്നെ, ഇസി വജേസെ യെസ്, ഈ മന്ദിരം സിഖുകാരുടെ അഖീദത്ത് കാ, വിശ്വാസത്തിൻ്റെ മർക്കസ് ബൻ ഗയാ,
അതെ കേന്ദ്രമായി മാറി. അപ്പോൾ അത് വെച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കിതാബ് വെച്ചു, അപ്പോൾ പിന്നെ ഞോൽദായി മാറി എന്ന്. ബാദ്മേ അതിനുശേഷം മഹാരാജ രഞ്ജീത് സിംഗിനെ, അതിനുശേഷം മഹാരാജാവായ രഞ്ജീത് സിംഗ് മന്ദിർ കെ ബഡേ കുംഭത് പർ, മന്ദിരത്തിൻ്റെ ആ വളരെ വലിയ കുബ്ബയുടെ മേൽ സോനെ കാ പത്തർ ചെടവാദിയ, അതെ സ്വർണത്തിൻ്റെ ഒരു കല്ല് കയറ്റി, സ്വർണത്തിൻ്റെ വലിയ കല്ല് എന്ത് ചെയ്തു മേലക്കട് കയറ്റി. മനസ്സിലായോ? ഓർ ഏ മന്ദിർ, അങ്ങനെ ഈ ഒരു മന്ദിരം സുവർണ മന്ദിർ കെ നാം സെ മഷൂർ ഹുവ, അതെ സ്വർണ്ണ മന്ദിർ എന്ന പേരിൽ പ്രസിദ്ധമായി. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്ര ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ നിർത്താൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും കണ്ടില്ല, എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.